അസുരന്മാരിൽ നിന്ന് അമൃതം വീണ്ടെടുക്കുന്നതിനായി മോഹിനി രൂപം ധരിച്ച വിഷ്ണുവിൽ ഭ്രമിച്ച ശിവന് ആ വിഷ്ണുമായയിലുണ്ടായ പുത്രനാണ് ശാസ്താവ് എന്ന് സ്കന്ദപുരാണത്തിലും ഭാഗവതത്തിലും പറയപ്പെടുന്നുണ്ട്. ഭാഗവതത്തിന് മുൻപ് തന്നെ രചിച്ചതായി കരുതപ്പെടുന്ന അമരകോശത്തിൽ ബുദ്ധന്റെ പര്യായങ്ങളുടെ കൂട്ടത്തിൽ ശാസ്താവിന്റെ നാമവും കാണപ്പെടുന്നുണ്ട്. ഇത് ബുദ്ധന്റെ പര്യായമായി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ബുദ്ധസങ്കല്പത്തിൽ നിന്നും രൂപമെടുത്ത ദേവതയാണ് ശാസ്താവെന്ന് രണ്ടഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ശബരിമല തീർത്ഥാടനത്തിലെ ശരണം വിളികളും ധർമ്മശാസ്താവ് എന്ന ശബ്ദവും ബുദ്ധമതത്തിലെ ശരണത്രയത്തിലെ സൂചനകളാണെന്ന് പറയപ്പെടുന്നുണ്ട്. ശാസ്താവ് എന്ന ദേവതാ സങ്കല്പത്തിന്റെ അംശാവതാരമാണ് അയ്യപ്പൻ. കേരളത്തിലെ ശബരിമലയാണ് ലോകത്തെ ഏറ്റവും പ്രാധാന്യമേറിയ അയ്യപ്പക്ഷേത്രം. കൂടാതെ ചെറുതും വലുതുമായ ഒട്ടനവധി അയ്യപ്പക്ഷേത്രങ്ങൾ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലുമുണ്ട്. കേരളത്തിന് വെളിയിലും ധാരാളം അയ്യപ്പക്ഷേത്രങ്ങളുണ്ട്. ശാസ്താവിന് കുടുംബനാഥനായും അല്ലാതെയുമുള്ള വിവിധ ഭാവസങ്കല്പങ്ങളുണ്ട്. എന്നാൽ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയായാണ് പൊതുവെ ആരാധിക്കപ്പെടുന്നത്. ശങ്കരാചാര്യരാൽ വിരചിതമായ മഹാശാസ്ത്ര പൂജാദ്രുമത്തിൽ 19 തരത്തിലുള്ള ശാസ്താ സങ്കല്പങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. മണ്ഡലകാലവും മകരസംക്രമവുമാണ് ശാസ്താക്ഷേത്രങ്ങളിൽ വിശേഷം. ശനീശ്വര പ്രീതിക്കും ശനിപ്പിഴകൾ അകറ്റുന്നതിനും ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറെ ശ്രേഷ്ഠകരമെന്നാണ് ആചാര്യമതം. ശാസ്താക്ഷേത്രങ്ങളിൽ 5 പ്രദക്ഷിണം എന്നാണ് പ്രമാണം. നീരാഞ്ജനം, നെയ്യഭിഷേകം, ഭസ്മാഭിഷേകം, അപ്പം, അരവണ, പാനകം എന്നിവയൊക്കെ ശാസ്താപ്രീതിക്കായുള്ള പ്രധാന വഴിപാടുകളാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ അയ്യപ്പക്ഷേത്രം ശബരിമലയാണെങ്കിലും മറുനാടൻ മലയാളികളുടെ ഏറ്റവും വലിയ ദൈവസങ്കേതമായി തീരുകയാണ് മിഡ്കോ കണ്ടെയ്നറിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ശാസ്താക്ഷേത്രം. ഭക്തമനസ്സുകളിൽ ശരണഗീതങ്ങൾ മുഴക്കി അത്ഭുതങ്ങൾ നിറയ്ക്കുന്ന ഈ ശനീശ്വര ക്ഷേത്രം കീർത്തിയുടെ കാര്യത്തിൽ എന്നും മുന്നിൽ തന്നെയാണ്. ഗുജറാത്തിലെ രൺഛോഡ് നഗർ സൊസൈറ്റി മലയാളികൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലമാണ്. ഏകദേശം 1985 കാലഘട്ടം തുടങ്ങി അയ്യപ്പ ഭക്തന്മാരായ ഏതാനും പേർ ചേർന്ന് ഇവിടെ അയ്യപ്പ പൂജയും ഭജനയും നടത്തി വന്നിരുന്നു. ആദ്യകാലങ്ങളിൽ ഏതാനും പേർ മാത്രമുണ്ടായിരുന്ന ഭജന സമിതിയിൽ ഓരോ ദിവസവും ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1994 ഏകദേശം 13 പേരോളം അടങ്ങുന്ന ട്രസ്റ്റിന് രൂപം നൽകുകയും ചെയ്തു. വട്വ എന്ന വ്യവസായ മേഖലയിലെ മലയാളികളായ തൊഴിലാളികൾക്കും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക സ്ഥിതിയോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമായിരുന്നു. എന്നാൽ ദൈവഹിതം ഭക്തരുടെ ആഗ്രഹം പോലെ തന്നെ നിറവേറ്റപ്പെടുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കാണാൻ കഴിഞ്ഞത്. ക്ഷേത്രം നിർമ്മിക്കണമെന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹം സഫലീകൃതമാക്കാനെന്ന പോലെ ആദ്യപടിയായി ക്ഷേത്ര കമ്മിറ്റിക്കാരും നാട്ടുകാരും ചേർന്ന് ദൈവഹിതം അറിയുന്നതിനായി ദേവപ്രശ്നം നടത്തി. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കാണിപ്പയ്യൂർ രാജഗോപാൽ കണിയാരുടെ നേതൃത്വത്തിലായിരുന്നു ദേവപ്രശ്നം നടത്തിയത്. പ്രശ്നത്തിൽ പ്രസ്തുത സ്ഥലം ദൈവചൈതന്യം നിറഞ്ഞിരിക്കുന്നതാണെന്നും ക്ഷേത്ര നിർമ്മാണം നടത്തേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നതായും തെളിഞ്ഞു. അങ്ങനെ 1998 ക്ഷേത്ര നിർമ്മാണവും ഷഠാധാര പ്രതിഷ്ഠയും നടത്തി. താന്ത്രിക വിധിപ്രകാരം ഭൂമി ശുദ്ധീകരിച്ച് ക്ഷേത്രത്തിലെ മൂലസ്ഥാനം കണ്ടുപിടിക്കുകയും
തറ ശുദ്ധീകരിച്ച് 15 അടി താഴ്ചയിൽ മണ്ണുകൾ മാറ്റി തച്ചശാസ്ത്ര വിധി പ്രകാരം കാണിപ്പയ്യൂർ കുട്ടൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ ത്രിവേണിയിലെ മണ്ണ് ശുദ്ധീകരിച്ച് 15 അടി താഴ്ചയിലെ മണ്ണ് നികത്തി താന്ത്രിക വിധിയുടെ അടിസ്ഥാനത്തിൽ ദേവതാ സങ്കല്പത്തിന് ജീവൻ നൽകുന്ന കർമ്മമാണ് ഷഠാധാര പ്രതിഷ്ഠ. ഷഠാധാര പ്രതിഷ്ഠയ്ക്ക് ശേഷം സാമ്പത്തിക വിഷമതകൾ മൂലം ക്ഷേത്രത്തിലെ മറ്റ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് 2 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് 2000 ഡിസംബർ 6-ാം തീയതി ഉപദേവന്മാരായ ഗണപതി, ഭഗവതി, ശിവൻ, നവഗ്രഹങ്ങൾ എന്നീ മൂർത്തികളുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. കേരളത്തിലെ തൃശൂരിൽ നിന്നും ആചാരപരമായ ചടങ്ങുകളോടെയാണ് വിഗ്രഹങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെ 2001 ഫെബ്രുവരി 4-ന് മകയിരം നക്ഷത്രത്തിൽ പെരുമ്പിള്ളിശ്ശേരിൽ KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തി. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഏതാണ്ട് 4 വർഷക്കാലത്തോളം ക്ഷേത്രത്തിന് വേണ്ടത്ര പുരോഗതി ഉണ്ടായില്ല എന്നത് വാസ്തവമായിരുന്നു. എന്നാൽ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ഹരിഹരസുത നാമമന്ത്രത്തിന്റെ ശക്തി കൊണ്ടെന്ന പോലെ പിന്നീടുള്ള ക്ഷേത്രത്തിന്റെ വളർച്ച വളരെ വലുതായിരുന്നു. കോടാനുകോടി പുണ്യം ചൊരിഞ്ഞ് ശാസ്താവ് ശരണാഗതരുടെ ദുഃഖമകറ്റുന്നു. അറിവിന്റെ അക്ഷരജ്വാല തെളിച്ചു നൽകുന്നു. എല്ലാ വർഷവും മണ്ഡലകാലം മുതൽ മകരവിളക്ക് വരെ എല്ലാ ദിവസവും അതിവിശേഷമായ ചടങ്ങുകളാണ് ഈ ക്ഷേത്രസന്നിധിയിൽ നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിന് കണക്കില്ല. ഇവിടെ ശാസ്താവ് വെളിപ്പുറത്തെന്നത്രേ വിശ്വാസം. ഓരോരോ പ്രാർത്ഥനകൾ പൂവണിയാൻ ഒട്ടനവധി ഭക്തജനങ്ങൾ ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നു. കരുണാവത്സലനാണ് ഈ ക്ഷേത്രത്തിലെ അയ്യപ്പൻ. കാരുണ്യത്തിന്റെ ജ്യോതി പകർന്ന് ശബരിമലയിലെ സാക്ഷാൽ മണികണ്ഠസ്വാമി ഇവിടെ പരിലസിക്കുന്നു. സ്വാമി മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ശരണഘോഷത്തിന്റെ അലയൊഴികളുമായി ഓരോ ഭക്തനും ഈ സന്നിധിയിൽ സമാധാനവും ശാന്തിയും കൈവരുന്നു. പാഹി പരംപൊരുളേ എന്നയ്യ അയ്യ സ്വാമി വേദമോദാൻ വരം തരണേ പൊന്നയ്യ അയ്യ സ്വാമി പാഹി പാഹി പരംപൊരുളേ പമ്പയിൽ നിന്നകം പൊരുൾ മിന്നി നിൽക്കണമേ ആഴിപൂജയിൽ ആത്മശാന്തതയേകി വാഴണമേ പന്തളത്തിലൊരുണ്ണിയായി വിളങ്ങി നിൽപ്പവനേ അന്തരംഗമൊരാതി നീങ്ങിയ വേദിയാക്കണമേ മോഹമെല്ലാം നീങ്ങും വേളയിൽ മോക്ഷം നീ തരണേ പാഹി പാഹി പരംപൊരുളേ എന്നയ്യ അയ്യ സ്വാമി പാഹി പാഹി
പരം പൊരുളേ